പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നോമ്പ് കാലത്തിൻ്റെ 4-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രാർത്ഥനാപൂർവം ഇന്ന് കടന്നു വന്നിരിക്കുന്നു. വലിയ നോമ്പ് തുടങ്ങി ഇന്ന് 21-ാം ദിവസമാണ്, മാർച്ച് 8-ാം തീയതി ഞായറാഴ്ച. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുന്ന ദിവസവുമാണ്. സ്ത്രീത്വത്തെ കൂടുതൽ ബഹുമാനത്തോടെ ആദരവോടെ കാണാനും അവർക്കർഹിക്കുന്ന എല്ലാ പരിഗണനയും സ്നേഹവും കൊടുക്കുവാനും ലോകം മുഴുവനെയും ഈ ദിനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എല്ലാ സ്ത്രീകൾക്കും, എല്ലാ സ്ത്രീത്വത്തിൻ്റെ വിവിധ മേഖലകളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും, അമ്മയെന്നോ പെങ്ങളെന്നോ ഭാര്യയെന്നോ സഹോദരിയെന്നോ അനിയത്തിയെന്നോ അങ്ങനെയുള്ള വിവിധ ഭാവങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും ഈ വലിയ ദിനത്തിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കുന്നു. നിങ്ങളെപ്പോഴും സന്തോഷചിത്തരും സുരക്ഷിതരുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള വാക്യങ്ങളെക്കുറിച്ചാണ്. വിശുദ്ധി പാലിക്കേണ്ടതിനെക്കുറിച്ചാണ് ഈശോ ഓർമ്മിപ്പിക്കുന്നത്. ശരീരവിശുദ്ധിയെയും ഹൃദയവിശുദ്ധിയെയും നമ്മൾ കൂടുതൽ ഗൗരവമായി ഈ കാലങ്ങളിൽ എടുക്കണമെന്ന് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുന്നു. തിരുവചനം ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോ ശരീരവിശുദ്ധിയെക്കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞു വന്നിട്ട് പറയുന്ന ഒരു വാക്യമാണ്, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. കാരണം അവർ ജീവിച്ച സാഹചര്യത്തിൽ പഴയ നിയമ കാര്യങ്ങളിൽ അവർക്ക് നല്ല അറിവുണ്ട്. മോശ കൽപ്പിച്ച നിയമങ്ങളെക്കുറിച്ച് അവർ കേട്ടിട്ടുണ്ട്. നിങ്ങളോട് ഇങ്ങനെ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതാണ് അതിൻ്റെ ആദ്യ ഭാഗം. പിന്നീട് ഈശോ പറയുന്നു, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു. മറ്റാരോ പറഞ്ഞു കേട്ട പ്രമാണങ്ങളല്ല, ഏതോ കാലത്തുണ്ടായി എന്ന് പറയുന്ന കാര്യങ്ങളല്ല ഇനി നമ്മളെ നയിക്കേണ്ടത്. നമ്മളോട് ഈശോ നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഈശോ നിർദ്ദേശിച്ച കാര്യങ്ങൾക്കനുസരിച്ചാണ് ഇനി നമ്മൾ ജീവിക്കേണ്ടത്. പഴയതിൽ നിന്ന് വ്യത്യസ്തമായ പുതിയ പ്രബോധനം, പുതിയ പ്രമാണം ഈശോ തരുമ്പോൾ അത് കൂടുതൽ പ്രസക്തിയോടെ കാണാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഇക്കാലത്ത് മോഡേൺ മെഡിസിനിൽ ഡോക്ടർമാർക്ക് ഉള്ള ഒരു പരാതി രോഗികളെക്കുറിച്ചുള്ളത്, പലപ്പോഴും അസുഖങ്ങളുമായി രോഗികൾ ഡോക്ടർമാരുടെ അടുത്ത് വന്ന് ഇരിക്കുമ്പോൾ ഡോക്ടർമാർ പരിശോധിച്ച് നോക്കിയിട്ട് രോഗവും ലക്ഷണങ്ങളും ഒക്കെ പറയുമ്പോൾ ചിലപ്പോൾ രോഗികൾ പറയും, ഞാൻ ഗൂഗിളിൽ കണ്ടത് അങ്ങനെയല്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ വാട്സപ്പിൽ കേട്ട ഒരു അറിവ് അങ്ങനെയല്ലല്ലോ. അവർ മറ്റൊരു കാര്യം അറിഞ്ഞ് മനസ്സിലാക്കി അതിലേക്ക് കൂടുതൽ ശ്രദ്ധയും മനസ്സും കൊടുത്ത് വന്ന് ഈ ഡോക്ടറുടെ മുമ്പിൽ ഇരിക്കുകയാണ്. ഡോക്ടർമാർ പറയുന്നു, ഞങ്ങൾ ഇതേക്കുറിച്ച് വിശദമായി വർഷങ്ങളെടുത്ത് പഠിച്ച് നന്നായി അറിവുള്ള ആളുകളാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഒരു രോഗിയെ ഞങ്ങൾ പരിശോധിക്കും. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. അപ്പം ഞങ്ങൾക്കാണത് നേരിട്ട് കൃത്യമായി അറിയാൻ പറ്റുന്നത്. ഇപ്രകാരം സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന പല ആരോഗ്യ നിർദ്ദേശങ്ങളും ഹെൽത്ത് ടിപ്സുമൊക്കെ പൊതുവായ കാര്യങ്ങളെ പറയാൻ പറ്റുന്നുള്ളൂ. പൊതുവായ ഒരു മരുന്ന് ഒരു രോഗത്തിന് സജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡോക്ടറുടെ മുമ്പിൽ ഒരു രോഗി ഇരിക്കുമ്പോൾ ആ രോഗിയുടെ വ്യക്തിപരമായ ശാരീരിക പ്രത്യേകതകൾ, ആരോഗ്യസ്ഥിതി പരിഗണിച്ച് ചിലപ്പോൾ ഈ ഗൂഗിളിൽ കണ്ട, വാട്സപ്പിൽ കണ്ട മരുന്നുകൾ ചിലപ്പോൾ ഈ രോഗിക്ക് കൊടുക്കാൻ പറ്റാത്തതായിരിക്കും. അത് നേരിട്ട് പരിശോധിച്ച ഒരു ഡോക്ടർക്ക് മാത്രമാണ് ഈ രോഗിയുടെ ശാരീരികാവസ്ഥ, കണ്ടീഷൻ അനുസരിച്ച് കൃത്യമായ മരുന്ന് ഏതാണ് കൊടുക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് നിർദ്ദേശിക്കാൻ ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പൊതുവായ ഒരു അറിവിന് അപ്രകാരമുള്ള സമൂഹ മാധ്യമങ്ങളിലെ ടിപ്സ് കൊള്ളാമെങ്കിലും എപ്പോഴും ഒരു ഡോക്ടറുടെ അടുത്ത് കൺസൾട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് പൊതുവെ പറയാറുണ്ട്. ആത്മീയ കാര്യത്തിലും ഈശോ ഇന്ന് അതുപോലെ ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങൾ പലതും കേട്ടിട്ടുണ്ടാവും, പല അറിവും നിങ്ങൾക്കുണ്ടാവും, പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോ പറയുന്ന കാര്യങ്ങളെ മറ്റെന്തിനേക്കാൾ കൂടുതൽ ഗൗരവമായി എടുക്കേണ്ട സമയമാണിതെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഈശോ ഇത് പറയുന്നതിന് കാരണം പഴയകാല അറിവിനേക്കാൾ, പഴയ നിയമത്തിൻ്റെ അറിവിനേക്കാൾ വ്യക്തമായ ധാരണ എനിക്ക് ഈ കാര്യം നിങ്ങളോട് പറയുമ്പോഴുണ്ട്. കാരണം എല്ലാം അറിവിൻ്റെ ഉറവിടമായ പിതാവിൽ നിന്ന് വന്നയാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയുന്നതിനേക്കാൾ മെച്ചമായി, ഞാൻ നൽകുന്ന സാക്ഷ്യത്തെക്കാൾ മെച്ചമായി മറ്റൊന്നും നിങ്ങൾക്ക് കിട്ടാനില്ല. ഈ നോമ്പ് കാലം നമ്മുടെ പഴയ ആത്മീയ കേട്ടറിവുകളേക്കാൾ
ആളുകൾ നമ്മളോട് പറഞ്ഞ അവരുടെ തോന്നലുകൾക്കനുസരിച്ച് പറഞ്ഞ കാര്യങ്ങളെക്കാൾ ഈശോ നമ്മളോട് തിരുവചനത്തിലൂടെ പറയുന്ന, സഭയിലൂടെ നമ്മളോട് പറയുന്ന കാര്യങ്ങളോട് കൂടുതൽ പ്രതിപത്തിയും താല്പര്യവും ശ്രദ്ധയും കൊടുക്കേണ്ട സമയമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ തോന്നലുകൾക്കല്ല, കേട്ടറിവുകൾക്കല്ല, ഈശോ പറഞ്ഞ കാര്യങ്ങൾക്ക് ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കാനും അത് അനുവർത്തിക്കാനും നമുക്ക് പരിശ്രമിക്കാം. രണ്ടാമതൊരു ചിന്ത ഈശോ ഇന്ന് നമ്മളോട് പങ്കുവയ്ക്കുന്നത്, തിരുവചനം പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിയും. ശരീരത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് അത് എത്തി നിൽക്കുന്നത് ഹൃദയത്തിൻ്റെ വിശുദ്ധിയിലേക്കാണ്. ശരീരം പ്രധാനമാണ്, ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവം സൃഷ്ടിച്ചതാണ്, അതിനെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കണം. ശരീരം പ്രധാനമാണ്. എന്നാൽ ഹൃദയം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആത്മാവ് അതിനേക്കാൾ പ്രധാനമാണെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. കാരണം മറ്റാരും കണ്ടില്ലെങ്കിലും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ ഹൃദയവും നമ്മുടെ ചിന്തകളും അതിലെ വികാര വിചാരങ്ങളെല്ലാം വേറെ ആരും കണ്ടില്ലെങ്കിലും ദൈവം കാണുകയും അറിയുകയും ചെയ്യുന്നു. നമ്മൾ സുവിശേഷത്തിൽ കാണുന്ന മനോഹരമായ ഒരു സന്ദർഭം, ഈശോ പറഞ്ഞ ഒരു കഥ, ഉപമ, ഫരിസേയനും ചുങ്കക്കാരനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നതിനെക്കുറിച്ചാണ്. ഫരിസേയൻ നിന്നുകൊണ്ട് പൊങ്ങച്ചം പറഞ്ഞ് ദേവാലയത്തിൻ്റെ മുൻഭാഗത്ത് നിന്ന് തന്നോട് തന്നെ എന്ന രീതിയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നാൽ ആ ചുങ്കക്കാരൻ ദേവാലയത്തിൻ്റെ പിൻഭാഗത്ത് മുട്ടിന്മേൽ വീണ് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി, തിരുവചനം പറയുന്നു, അവൻ മാറത്തടിച്ച് പ്രാർത്ഥിച്ചു, ദൈവമേ, പാപിയായ എന്നിൽ കനിയണം. സഭാപിതാവായ വിശുദ്ധ അപ്രയം അതിന് പറയുന്ന മനോഹരമായ ഒരു വിശദീകരണം, വ്യാഖ്യാനം ഇങ്ങനെയാണ്: ഈ ചുങ്കക്കാരൻ തൻ്റെ പാപത്തിൻ്റെ ഉറവിടമായ തുടക്കസ്ഥാനമായ ഹൃദയത്തെ ദണ്ഡിപ്പിച്ച് അതിനെ ശിക്ഷ കൊടുത്ത്, അതാണ് മാറത്തടിച്ച് എന്ന് പറയുമ്പോൾ. നമ്മളും ഇപ്പോൾ കുമ്പസാരത്തിന് ഒരുങ്ങി പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മളിത് ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ നെഞ്ചത്തടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളുടെ തുടക്കസ്ഥാനമായ ആ ഹൃദയത്തെ ദണ്ഡിപ്പിച്ച് അതിന് ശിക്ഷ കൊടുത്ത് ആ പാപത്തെ എന്നേക്കുമായി മാറ്റാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെയാണ് നമ്മൾ ഓരോ കുമ്പസാരത്തിനും ഒരുങ്ങുന്നത്. ഈ ചുങ്കക്കാരൻ മാറത്തടിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ കാരണം അവൻ തൻ്റെ പാപത്തിൻ്റെ അടിസ്ഥാന കാരണം തന്നെ പറിച്ചു കളയാൻ ആഗ്രഹിക്കുന്നു, അതിന് ശിക്ഷ കൊടുത്ത് അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ചിന്തയാണ്. ഹൃദയത്തെ കൂടുതൽ ഗൗരവമായി എടുക്കേണ്ട സമയമാണിത്. ആത്മാവിനെ കൂടുതലായി പരിഗണിക്കേണ്ട സമയമാണിത്. ഈശോയും പറഞ്ഞല്ലോ, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമാക്കിയാൽ നിനക്ക് എന്തു പ്രയോജനം? സ്നേഹമുള്ളവരെ, ഈശോ ശരീരത്തിൻ്റെ വിശുദ്ധി, അതിൻ്റെ അടിസ്ഥാന കാരണം അത് സൂക്ഷിക്കുന്നതോ നഷ്ടപ്പെടുന്നതോ ഹൃദയത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ചാണെന്ന് പറയുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധിയോടൊപ്പം ശരീരം ദൈവം തന്നതാണെന്ന് കരുതി അതിനെ സൂക്ഷിക്കുന്നതോടൊപ്പം ആത്മാവിൻ്റെ കാര്യങ്ങളും വേണ്ട ശ്രദ്ധയോടെ, ഏറ്റവും വലിയ പരിഗണനയോടെ കാണാൻ ഈ നോമ്പ് നാളുകളിൽ നമുക്ക് പരിശ്രമിക്കാം. മൂന്നാമതൊരു ചിന്ത കൂടി ഈശോ ഇന്ന് നമ്മളോട് പങ്കുവയ്ക്കുന്നു. അവിടെ തിരുവചനത്തിൽ ഈശോ പറയുന്നല്ലോ, നിന്റെ കണ്ണ് നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക. നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. വളരെ ക്രൂരമായ ഒരു പരിഹാരമാണ് പാപത്തിന്, അല്ലെങ്കിൽ പാപം സംഭവിക്കാതിരിക്കാൻ വേണ്ടി, സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് പരിഹാരമായി ഇവിടെ തിരുവചനം പറയുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? അക്ഷരാർത്ഥത്തിൽ അത് വെട്ടിക്കളയുക, ചുഴന്നെടുക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ പാപവുമായി ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഒരു തരത്തിലുള്ള നീക്കുപോക്കും നമ്മൾ നടത്തരുത്. അതിനൊരു ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു അവയവം നഷ്ടപ്പെട്ടാൽ പോലും പാപത്തെ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനമെന്ന് ഇവിടെ ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥന ചൊല്ലി കുമ്പസാരത്തിന് ഒരുങ്ങുമ്പോൾ, നമ്മൾ മനസ്താപപ്രകരണം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അവസാനം പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെയാണല്ലോ, ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആ പ്രാർത്ഥന യഥാർത്ഥത്തിൽ അന്വർത്ഥമാക്കിയാൽ ഈ ലോകത്തൊരു പക്ഷേ ആരും ജീവനോടെ ഉണ്ടാവില്ല. കാരണം നമ്മൾ കുമ്പസാരത്തിന് ശേഷവും നമ്മുടെ മാനുഷിക ബലഹീനതയിൽ ചിലപ്പോൾ പാപത്തിൽ വീണു പോകാം. അപ്പോൾ അങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ജീവൻ കളഞ്ഞു പോലും ഒരു പാപം ചെയ്യാതിരിക്കാനുള്ള വലിയ ആഗ്രഹം എനിക്കുണ്ട്. ഒരു പാപം കൊണ്ട് പോലും ഈശോയെ ഉപദ്രവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനേക്കാൾ ഭേദം എൻ്റെ ജീവൻ തന്നെ പൊക്കോട്ടെ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ആഗ്രഹമാണ്. ഈശോയോട് അത്രയേറെ അടുക്കാനും പാപത്തിൽ നിന്ന് അത്രയേറെ അകലാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് ആ വരികൾ മനോഹരമായി ആ പ്രാർത്ഥനയിൽ എഴുതി ചേർത്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു.
പാപത്തെ അത്രയേറെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ് നമ്മൾ ആ പ്രാർത്ഥനയിൽ പങ്കുവയ്ക്കുന്നത്. സ്നേഹമുള്ളവരെ, പാപവുമായി ഒരു തരത്തിലുള്ള ഒരു കോംപ്രമൈസും ചെയ്ത് ഒരു പോട്ടെ സാരമില്ല ഇത്തവണത്തേക്കാകട്ടെ, അല്ലെങ്കിൽ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണല്ലോ എന്നുള്ള പൊതു ന്യായീകരണങ്ങളൊന്നുമില്ലാതെ പാപത്തെ എല്ലാ തരത്തിലും അകറ്റി നിർത്താനുള്ള ഉത്സാഹം ഉണ്ടാകണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഈ വെട്ടിക്കളയലും ചുഴന്നെടുക്കലും എന്നൊക്കെ പറയുന്നത് നമുക്ക് ആത്മീയമായിട്ട് കാണാവുന്നത് നമ്മുടെ കുമ്പസാരത്തെക്കുറിച്ചാണ്. ഞാൻ എൻ്റെ പാപം ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിരിക്കുന്ന പുരോഹിതൻ എന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഏറ്റുപറയുമ്പോൾ നമ്മൾ ഒരു മനുഷ്യനെയാണ് കാണുന്നതെങ്കിലും ദൈവത്തെയാണ് അവിടെ അനുഭവിക്കുന്നത്. വി മേ ബി സീയിങ് എ പ്രീസ്റ്റ്, എ ഹ്യൂമൻ ബീയിങ്, ബട്ട് വി ആർ എക്സ്പീരിയൻസിങ് ഗോഡ്. ദൈവത്തെ അനുഭവിക്കുന്ന സമയമാണ് കുമ്പസാരം. ഒരുപക്ഷെ ഒരു മനുഷ്യനോട് എൻ്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ജാള്യത, എനിക്കുണ്ടാകുന്ന സങ്കോചം, അതെനിക്ക് കണ്ണ് ചൂഴ്ന്നെടുക്കുന്നത് പോലെയാണ്. എൻ്റെ കൈ വെട്ടിക്കളയുന്നത് പോലെ എനിക്ക് ഒരുപക്ഷെ വേദനയും അപമാനവും ബുദ്ധിമുട്ടും ഒക്കെ സങ്കോചവും ഒക്കെ ഉണ്ടാക്കുന്ന കാര്യമായിരിക്കാം. പക്ഷെ അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് തന്നെയാണ് ഈശോ പറയുന്നത്. ഈ വെട്ടിക്കളയലും ചുഴന്നെടുക്കലുമൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ കുമ്പസാരത്തോട് ചേർത്ത് വെച്ച് ചിന്തിച്ചാൽ നമുക്കത് എന്നേക്കുമായി ആ പാപങ്ങളെ ആ കുമ്പസാരക്കൂട്ടിൽ കഴുകിക്കളഞ്ഞ് വീണ്ടും വിശുദ്ധിയിലേക്ക് വരാൻ പറ്റും എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കും. ഈശോ ഉദാഹരണമായിട്ട് എടുത്തു പറയുന്നത് 2 ശാരീരിക അവയവങ്ങളെക്കുറിച്ചാണ്, കണ്ണും കൈയും. ഒരുപക്ഷെ ഒരു മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വളരെ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന കാര്യം കണ്ണും കൈയുമാണ്. കണ്ണുകൊണ്ടെല്ലാം കാണുന്നു. നമുക്കെല്ലാ അറിവും എല്ലാ ബോധവും എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ധാരണയും കിട്ടുന്നത് നമ്മുടെ കാഴ്ചയിലൂടെയാണ്. കണ്ണ് നിരന്തര ഉപയോഗത്തിലാണ്. അതുപോലെ തന്നെ കണ്ണ് കഴിഞ്ഞാൽ ഒരുപക്ഷെ കൈ ആയിരിക്കാം ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന അവയവം. മറ്റൊരിടത്ത് ഇത് പറയുമ്പോൾ കാലും ചേർത്ത് പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ കാര്യങ്ങളിലൂടെ തന്നെയാവാം പാപവും നമ്മളിലേക്ക് കടക്കാൻ പരിശ്രമിക്കുന്നത്. ഈശോ മറ്റൊരിടത്ത് പറഞ്ഞല്ലോ, കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്, അതുകൊണ്ട് കണ്ണ് കുറ്റമറ്റതായി സൂക്ഷിക്കണം. കൈ നന്മ ചെയ്യാൻ ഉപയോഗിക്കാം, തിന്മയിലേക്ക് പോകാനും കൈ കാരണമാകാം. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന അവയവങ്ങളിലൂടെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പാപവും നമ്മൾ അറിയാതെ നമ്മുടെ കാഴ്ചയിലൂടെയോ പ്രവർത്തനങ്ങളിലൂടെയോ നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മളെ കൂടുതൽ മോശമാക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി ഈശോ നമുക്ക് നൽകുകയാണ്. ഈ ചിന്തകൾ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ വിശുദ്ധി പോലെ തന്നെ ഹൃദയത്തിൻ്റെ വിശുദ്ധി പ്രധാനമാണെന്ന് ഓർമ്മിക്കാം. മറ്റാരും പറഞ്ഞ കാര്യങ്ങളല്ല, ഇനി ഈശോ പറഞ്ഞ കാര്യങ്ങൾക്ക് കൂടുതൽ ഗൗരവം കൊടുത്ത് ഈ ആത്മീയ നവീകരണ കാലത്ത് നമ്മെ തന്നെ മെച്ചപ്പെടുത്താൻ പരിശ്രമിക്കാം. അതുപോലെ തന്നെ പാപവുമായി ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാതെ, ഒരു വിട്ടുവീഴ്ചയും നടത്താതെ എപ്പോഴും ഈശോയ്ക്ക് വേണ്ടി ഈശോ നൽകിയ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ഈ ദിവസം നമുക്കെല്ലാം വളരെ അനുഗ്രഹമായി മാറട്ടെ. ആമേൻ.